ഓക്കെ, സോ ഇതാണ് റെഡ്മിയുടെ ലേറ്റസ്റ്റ് നോട്ട് 13 സീരീസിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയ റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് എന്ന ഫോൺ. ഈ ഫോൺ ഓൾറെഡി ഈ ചാനലിൽ കണ്ടതാണല്ലോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ശരിയാണ്. പക്ഷേ ആ ഒരു ഫോൺ ഒരു ചൈനീസ് വേരിയന്റ് ആയിരുന്നു. ഈ ഫോണാണ് ആക്ച്വൽ ഇന്ത്യൻ വേരിയന്റ്. സോ ഷവോമി ഈ ഫോണിനെ ഇന്ത്യൻ മാർക്കറ്റിനനുസരിച്ച് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഫോണിന്റെ ബാക്കിൽ നല്ല കളർഫുൾ മൾട്ടി കളർ വീഗൻ ലെതർ ഫിനിഷ് ആയിരുന്നു. എന്റെ കയ്യിലുള്ള ഇന്ത്യൻ വേരിയന്റിന്റെ ബാക്കിൽ ഗ്ലാസിന്റെ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓവറോൾ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോർഷനിൽ അത്രയും ഗ്ലോസി അല്ല, പക്ഷെ മേളത്തെ ഈ പോർഷൻ കണ്ടോ, സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ, അവിടെ അത്യാവശ്യം നല്ല ഗ്ലോസി അല്ലെങ്കിൽ ഭയങ്കര ഷൈനി എഫക്ട് കാണാൻ പറ്റുന്നുണ്ട്. പേടിക്കേണ്ട കേട്ടോ, ആ ഒരു ലെതർ ഡിസൈൻ ഉണ്ടല്ലോ അത് ഇന്ത്യയിലേക്കും വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഗ്ലോസി ഗ്ലാസ് ഫിനിഷ് ആണ്. പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു കളർഫുൾ അല്ലെങ്കിൽ ആ ഒരു മൾട്ടി കളർ വീഗൻ ലെതർ ഫിനിഷ് ആണ്. പിന്നെ ഒരു ബ്ലാക്ക് കളർ വേരിയന്റും ഉണ്ട്. ഇത് മെയിൻ 2 ക്യാമറ ലെൻസിന് ചുറ്റും മെറ്റാലിക് റിംഗ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കർവ് ആയി വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഫസ്റ്റ് ടൈം ആണ് റെഡ്മിന്റെ നോട്ട് സീരീസിൽ മെറ്റൽ ഫ്രെയിം, അതായത് അലൂമിനിയം ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. എനിവേ, ഒരു ക്വിക്ക് അൺബോക്സിംഗ് കാണാം. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സ്, ഫോൺ, ട്രാൻസ്പെറന്റ് TPU കേസിന് പകരം നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് TPU കേസ് കൊടുത്തിട്ടുണ്ട്. ഗുഡ് ജോബ്. 120 വാട്ടിന് ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. ഫസ്റ്റ് ടൈം ആണ് റെഡ്മിയുടെ നോട്ട് സീരീസിൽ 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ വരുന്നത്. 1.5K എന്ന് പറയുമ്പോൾ ഫുൾ HD പ്ലസ് ഉണ്ടല്ലോ അതിന്റെ മേളിലാണ്, എന്നാൽ 2Kയുടെ താഴെയാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഫുൾ HD പ്ലസ് എന്ന് പറയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ 1800 നിറ്റ്സിന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. പിന്നെ രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും കർവ് കൊടുത്തിട്ടുണ്ട്. സോ കർവ് ഡിസ്പ്ലേ ആണ്. പ്ലസ് ചുറ്റുമുള്ള ബെസൽസ് കണ്ടോ, ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം, നല്ല മിനിമം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 6.67 ഇഞ്ച് സൈസ് ഉള്ള അത്യാവശ്യം വലിയ ബ്യൂട്ടിഫുൾ കർവ്ഡ് ആമുലർ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ HDR10+ സർട്ടിഫിക്കേഷൻ ആൻഡ് ഡോൾബി വിഷൻ സർട്ടിഫിക്കേഷൻ, ഈ 2 സർട്ടിഫിക്കേഷൻസും ഈ ഫോണിലുണ്ട്. സോ ഗുഡ് ജോബ് ഷവോമി. 1920 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്ന് വെച്ചാൽ ഈ ബ്രൈറ്റ്നസ് കുറയ്ക്കുമ്പോൾ ഫ്ലിക്കറിംഗ് ഉണ്ടല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ PWM ഡിമ്മിംഗ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ വെരി നൈസ്. പിന്നെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ അവിടെയും ഷവോമി പിശുക്കൊന്നും കാണിച്ചിട്ടില്ല. ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ടൈം ആണ് റെഡ്മിന്റെ നോട്ട് സീരീസിൽ IP68 റേറ്റിംഗ്, അതായത് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ വെള്ളത്തിൽ മുക്കിയിട്ടും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 5000 mAh ബാറ്ററി ഉള്ള ഫോൺ എന്ന നിലയിൽ ഇതിന്റെ വെയിറ്റ് ഒക്കെ ഡീസന്റ് ആണ്. 200 ഗ്രാം ആണ് വെയിറ്റ്. അത് ആവറേജ് വെയിറ്റ് ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ബാറ്ററി ബാക്കപ്പ് നല്ലോണം നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ 1 ഡേ ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. 120 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസിലി ഈ ഫോൺ ഏകദേശം 20-25 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇത്തവണ ഹാപ്റ്റിക്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് മോട്ടോർ ഷവോമി ഈ ഒരു ഫോണിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈവൻ ക്യാമറ UI ആണെങ്കിലും നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. പെർഫോമൻസ് ഒക്കെ നല്ലതാണ്, ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ റെഡ്മി നോട്ട് സീരീസ് ഫോണിലുള്ള ഒരു ഫീച്ചർ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതാണ് ഹെഡ്ഫോൺ ജാക്ക്. സോ ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, RIP ഹെഡ്ഫോൺ ജാക്ക്. ഫോണിന്റെ പെർഫോമൻസിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തില്ല. ഓക്കെ, നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 83-85% ത്രോട്ട്ലിംഗ് റിസൾട്ട് തരുന്നുണ്ട്. 7 ലക്ഷത്തിന്റെ ആണ് ANTUTU സ്കോർ. ഓക്കെ, പിന്നെ BGMI 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Dimensity 7200 അൾട്രാ ചിപ്സ് എന്ന് പറയുമ്പോൾ നല്ല ചിപ്സെറ്റ് ആണ്, എന്നാൽ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് അല്ല. സോ ഇതൊരു ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്റ്റിൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിന്റെ കൂടെ വരുന്ന റാമും സ്റ്റോറേജ് ഉണ്ടല്ലോ അത് നല്ല പവർഫുൾ റാം സ്റ്റോറേജ് ആണ്. LPDDR5 റാം ആൻഡ് UFS 3.1 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണെങ്കിലും ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ട് ആപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നതും റാം മാനേജ്മെന്റ് അതൊക്കെ ഷവോമി നല്ലോണം ചെയ്തിട്ടുണ്ട്. സോ പണ്ട് ഷവോമിയുടെ MIUI കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിവിടെ ഒന്നുമില്ല. ഓക്കെ, നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഒരു ഓൾറൗണ്ട് പാക്കേജ് എന്ന് പറയാൻ പറ്റും പെർഫോമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് തന്നിരിക്കുന്നത് വിത്ത് MIUI 14. സോ പുതിയ വർഷമാണ്, പുതിയ റെഡ്മി നോട്ട് സീരീസ് ആണ്. വേണമെങ്കിൽ Android 14 കൊടുക്കാമായിരുന്നു. ഓക്കെ, സോ Android 14 വരുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു പോരായ്മ തന്നെയാണ്. എനിവേ, ഈ ഫോണിന്റെ കൂടെ 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഷവോമി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഷവോമി പറഞ്ഞ അനുസരിച്ച് ഉടൻ തന്നെ ഈ ഫോണിൽ ഷവോമിയുടെ ലേറ്റസ്റ്റ് ഹൈപ്പർ OS ഉണ്ടല്ലോ, അതായത് Android 14 ബേസ് ചെയ്തിട്ടുള്ള ഹൈപ്പർ OS, അത് ഈ ഫോണിൽ ഉടൻ തന്നെ വരുമെന്നാണ് ഷവോമി പറഞ്ഞിരിക്കുന്നത്. പിന്നെ പല റെഡ്മി ഫാൻസും നിരന്തരമായിട്ട് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്തുകൊണ്ട് റെഡ്മി ഫോൺസിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിട്ടും
ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ തരാത്തത്. റിയൽമിയിൽ വരുന്നുണ്ട്, ഐക്യൂല് വരുന്നുണ്ട്, മിക്ക എല്ലാം മോട്ടറോള എല്ലാ ഫോൺസിലും വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത്തവണ ഷവോമി ആ ഒരു കുറവ് നികത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് ഷവോമി തന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം വന്ന 200 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടല്ലോ, എക്സാക്ട്ലി സെയിം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ചില ഫോട്ടോ സാമ്പിൾസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ, ഡീസന്റ് ക്യാമറ പെർഫോമൻസ് ആണ്. കാരണം യെസ്, മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഷവോമി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്യാമറ പ്രോസസ്സിംഗ് ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഫേസിൽ ലൈറ്റ് വീഴുമുണ്ടല്ലോ, ആ ലൈറ്റ് നല്ലോണം കൺട്രോൾ ചെയ്യുന്നില്ല. പലയിടത്തും ഹൈലൈറ്റ് നല്ലോണം കത്തി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫേസിൽ കണ്ടമാനം സ്മൂത്തനിങ് കയറി വരുന്നുണ്ട്. നല്ല ഫോട്ടോസും കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടില്ലേ, നല്ല ഫോട്ടോസ് ആണ്. പിന്നെ നോർമലി റെഡ്മി ഫോൺസിൽ നല്ല ഒരു വൈബ്രന്റ് കോൺട്രാസ്റ്റ് കളർഫുൾ സെറ്റപ്പ് ആണ് പണ്ടൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ ക്യാമറയിൽ കുറച്ചും കൂടി ഒരു ഭയങ്കര മ്യൂട്ടഡ് കളേഴ്സ് ആണ്, അതായത് ഭയങ്കര ഒരു കത്തലില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ചില ഫോട്ടോസിൽ ഒരു ഡൾ ലുക്ക്. ഈ ഫോട്ടോ കണ്ടില്ലേ, ആ കളേഴ്സ് ഒക്കെ ലേശം ഡൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ, ഡീസന്റ് ക്യാമറ പെർഫോമൻസ് ആണ്. പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിൽ 2x and 4x ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഓക്കെ, 2x വരെ ഓക്കെ ആണ്. 4xൽ ചെറിയ രീതിയിലുള്ള സോഫ്റ്റ്നെസ് കയറി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ജസ്റ്റ് ഡീസന്റ് ആണ്. 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ആണ്. സോ ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. മെയിൻ ക്യാമറയിൽ കിട്ടുന്ന ആ ഒരു കളേഴ്സ് ഉണ്ടല്ലോ, അത് ഒരു പരിധി വരെ അൾട്രാവൈഡിലും കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ഭയങ്കരമായ കളർ ഷിഫ്റ്റ് ഒന്നുമില്ല. സെൽഫി ക്യാമറ പെർഫോമൻസും ജസ്റ്റ് ഓക്കെ ആണ്. ചിലപ്പോഴൊക്കെ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്, ചിലപ്പം ആ ഒരു സ്കിന്നിൽ ഭയങ്കരമായിട്ട് പ്രോസസ്സിംഗ് കയറി വരുന്നുണ്ട്, ഒരു ആർട്ടിഫിഷ്യാലിറ്റി കയറി വരുന്നുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 1080p 30 FPS വീഡിയോ റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് ഫോണിൻ്റെ സെൽഫി ക്യാമറ, അതായത് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയുണ്ട് വീഡിയോ പെർഫോമൻസ്? നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഓക്കെ ആയിട്ട് തോന്നുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഇപ്പം ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. സ്റ്റേബിലൈസേഷൻ ചെക്ക് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ടും ഞാനും ഒക്കെ അത്യാവശ്യം സ്റ്റേബിളാണ്, വലിയ കുലുക്കമൊന്നുമില്ല. സോ സ്റ്റേബിൾ സെൽഫി വീഡിയോസ് എടുക്കാൻ പറ്റും. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 4K at 30 FPS വീഡിയോ ഞാൻ റെഡ്മി 13 പ്രോ പ്ലസിൻ്റെ മെയിൻ ക്യാമറ, അതായത് 200 മെഗാ പിക്സൽ ക്യാമറ വെച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്നറിയാം, നമ്മുടെ സ്കിൻ ടോൺ ഉണ്ടല്ലോ, അതിങ്ങനെ മറിയും. അതായത് ചിലപ്പോഴൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഞാനിവിടെ വന്ന് നിൽക്കാം, എൻ്റെ ബാക്കിൽ സ്കൈ ഉണ്ടല്ലോ, സോ പെട്ടെന്ന് എൻ്റെ സ്കിന്നിനുള്ള ഒരു ടെക്സ്ചറൊക്കെ കാണാൻ പറ്റും. ഭയങ്കര ഷാർപ്പനിങ് കൂടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സ്മൂത്ത് ആവും. സോ എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് സ്കിൻ ടോൺ. OIS ഉണ്ട് കേട്ടോ, OIS-ഉം EIS-ഉം ഉണ്ട്. സോ ഞാൻ നടന്ന് കാണിച്ചു തരാം, സോ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റേബിൾ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്, കാരണം OIS-ഉം EIS-ഉം ഉണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ഇതിൻ്റെ പ്രൈസിനൊത്തുള്ള ക്യാമറ പെർഫോമൻസ് ആക്കണമെങ്കിൽ ഷവോമി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഇതിൻ്റെ ക്യാമറ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. കോൾ ക്വാളിറ്റി ആണെങ്കിലും 5G നെറ്റ്വർക്കിൻ്റെ റിസപ്ഷൻ, 5G സ്പീഡ്, അതൊക്കെ നൈസാണ്, നോ ഇഷ്യൂസ്. പിന്നെ ഇത്തവണ NFC-ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി ഈ ഫോൺ ഉപയോഗിച്ച് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം. Wi-Fi 6, Bluetooth 5.3 എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ കൂടെ മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് 8GB 256GB വേരിയൻറ്റിൻ്റെ പ്രൈസ് ആണ് 31,999 രൂപ. പിന്നെ ഇനീഷ്യൽ ബാങ്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്തിട്ട് 29,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം വന്ന റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് എനിക്ക് ഒട്ടും ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കുറേ ഫസ്റ്റ് കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് ടൈം റെഡ്മി നോട്ട് സീരീസിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഈ ഫോണിൽ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1.5K ഡിസ്പ്ലേ ഉണ്ട്, മെറ്റൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, വീഗൻ ലെതർ ഫിനിഷ് ഉണ്ട്, IP68 റേറ്റിംഗ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇത്തവണ ഷവോമി ഫോണിൽ തന്നിട്ടുണ്ട്. സോ റെഡ്മി നോട്ട് 12 പ്രോ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് മച്ച് ബെറ്റർ പാക്കേജ് ആണ്. എന്നാൽ ഈ പ്രൈസ് റേഞ്ച് ഉണ്ടല്ലോ, ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള പ്രൈസ് റേഞ്ച് ആണ്. ഇഷ്ടം പോലെ ഫോൺസ് ഉണ്ട്, അതായത് iQOO Neo 7 Pro, അല്ലെങ്കിൽ OnePlus Nord 3, മോട്ടറോളയുടെ Moto Edge 40 ഉണ്ട്, റിയൽമിയുടെ നെക്സ്റ്റ് റിയൽമി 12 സീരീസും വരുന്നുണ്ട്. ഓക്കെ, എന്നാലും നല്ലൊരു ഫോണാണ്, നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് റെഡ്മി ഫോൺസ് ഇഷ്ടമാണെങ്കിൽ, റെഡ്മിയുടെ നോട്ട് സീരീസിന്റെ നിങ്ങൾ വലിയൊരു ഫാനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോണാണ് റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ്. പിന്നെ എൻ്റെ ഒരു സജഷൻ ആയിരിക്കും, ഇതിന്റെ താഴെയുള്ള റെഡ്മി നോട്ട് 13 പ്രോ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തോളൂ. കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആ ഒരു ഫോൺ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ ആ ഫോൺ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എൻ്റെ ഒരു സജഷൻ ആണ്. ഓക്കെ, ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.